ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മൊളിക്കുലാർ സ്ട്രക്ചർ എന്ന യൂണിറ്റിന്റെ അവസാനത്തെ ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ VSEPR തിയറി നമ്മൾ പഠിച്ചു. അതുപോലെ വാലൻസ് ബോണ്ട് തിയറി VBTയും പഠിച്ചു. ഒരു കോവാലന്റ് ബോണ്ട് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നാണ് VBT എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അല്ലേ? ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റലുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നതെന്നാണ് VBT പറയുന്നത്. ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റലുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു. ഇവിടെ നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയിലും ബോണ്ട് ഫോർമേഷനെ കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത്. ഒരു മോളിക്യൂൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ മോളിക്യൂളിലുള്ള ഇലക്ട്രോണുകൾ എവിടെയാണ്, ഏത് ഓർബിറ്റലിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇപ്പോൾ നമുക്കറിയാം, ഒരു ആറ്റത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ എക്സാമ്പിൾ പറയുകയാണ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരേ ഒരു ഓർബിറ്റലാണുള്ളത്, 1s ഓർബിറ്റൽ. അപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിലുള്ള ഒരു ഇലക്ട്രോൺ ആ 1s ഓർബിറ്റലിലാണുള്ളത്. എന്നാൽ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒരു H2 മോളിക്യൂൾ ആയിട്ട് മാറുമ്പോൾ ആ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളിലുള്ള ഓരോ ഇലക്ട്രോണുകൾ എവിടെയാണെങ്കിൽ ഏത് ഓർബിറ്റലിലാണ് ആ മോളിക്യൂളിൽ നിൽക്കുന്നത്? ഇവിടെ നമുക്ക് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയിൽ ഒരു മോളിക്യൂളിലുള്ള ഇലക്ട്രോണുകളെ കുറിച്ച് പഠിക്കാം. മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് മുള്ളിക്കൻ, ഹണ്ട് എന്നീ രണ്ട് സയന്റിസ്റ്റുകളാണ്. ഈ തിയറിയിൽ പറയുന്ന മെയിൻ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം, ഇൻ എ മോളിക്യൂൾ the electrons are present in molecular orbital. നമുക്കറിയാം, ഒരു ആറ്റത്തിൽ ഇലക്ട്രോണുകൾ അറ്റോമിക് ഓർബിറ്റലിലാണുള്ളത്, 1s 2s 2p ഇങ്ങനെയുള്ള അറ്റോമിക് ഓർബിറ്റലുകൾ. എന്നാൽ ഒരു മോളിക്യൂളിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് മോളിക്യൂൾ ആയിട്ട് മാറുമ്പോൾ ആ ഇലക്ട്രോണുകൾ ആ മോളിക്യൂളിൽ മോളിക്കുലാർ ഓർബിറ്റലിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാകുന്നത്? നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ പറയാം. അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ടു ഫോം മോളിക്കുലാർ ഓർബിറ്റൽ. ഒരു മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ അതിലുള്ള ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റലുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഇങ്ങനെ ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റലുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് പുതിയ ഒരു ഓർബിറ്റൽ ഫോം ചെയ്യുന്നു. ആ ഓർബിറ്റലിന്റെ പേരാണ് മോളിക്കുലാർ ഓർബിറ്റൽ. അപ്പോൾ എന്താണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി അല്ലെങ്കിൽ MOTയിൽ പറയുന്നത്? ഒരു മോളിക്യൂളിൽ ഇലക്ട്രോണുകൾ എവിടെയാണ് കാണാൻ പറ്റുന്നത്? മോളിക്കുലാർ ഓർബിറ്റലിലാണ്. ഈ മോളിക്കുലാർ ഓർബിറ്റൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ ആ മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്തിരിക്കുന്ന മോളിക്കുലാർ ഓർബിറ്റലിന്റെ ചില പ്രത്യേകതകളാണ് പറയാൻ പോകുന്നത്. എത്ര അറ്റോമിക് ഓർബിറ്റലുകൾ കമ്പൈൻ ചെയ്യുന്നുണ്ടോ അത്രയും മോളിക്കുലാർ ഓർബിറ്റൽസും ഫോം ചെയ്യുന്നു. The number of molecular orbital formed is equal to the number of atomic orbital combined. For example, H2 മോളിക്യൂളിന്റെ കേസ് നമുക്ക് നോക്കാം. എങ്ങനെയാണ് H2 മോളിക്യൂൾ ഫോം ചെയ്യുന്നത്? ഹൈഡ്രജൻ മോളിക്യൂൾ, രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് ഹൈഡ്രജൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ 1s ഓർബിറ്റൽ, രണ്ടാമത്തെ ഹൈഡ്രജൻ ആറ്റത്തിന്റെയും 1s ഓർബിറ്റൽ, ഈ രണ്ട് 1s ഓർബിറ്റലുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു. രണ്ട് 1s ഓർബിറ്റലുകളാണ് കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ എത്ര മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യും? എത്ര അറ്റോമിക് ഓർബിറ്റലുകൾ കമ്പൈൻ ചെയ്യുന്നുണ്ടോ അത്രയും മോളിക്കുലാർ ഓർബിറ്റലും ഫോം ചെയ്യും. അപ്പോൾ ഹൈഡ്രജന്റെ കേസിൽ രണ്ട് അറ്റോമിക് ഓർബിറ്റലുകളാണ് കമ്പൈൻ ചെയ്യുന്നത്, അപ്പോൾ രണ്ട് മോളിക്കുലാർ ഓർബിറ്റലും ഫോം ചെയ്യും. അപ്പോൾ അടുത്ത പോയിന്റ്, the number of molecular orbital formed is equal to the number of atomic orbital combined. ഓക്കെ, അപ്പോൾ ഒരു മോളിക്യൂളിൽ ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നത് മോളിക്കുലാർ ഓർബിറ്റലുകളിലാണ്. ഈ മോളിക്കുലാർ ഓർബിറ്റലുകൾ ഫോം ചെയ്യുന്നത് അറ്റോമിക് ഓർബിറ്റലുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ്. എത്ര അറ്റോമിക് ഓർബിറ്റലുകൾ കമ്പൈൻ ചെയ്യുന്നുണ്ടോ അത്രയും പുതിയ മോളിക്കുലാർ ഓർബിറ്റലുകളും ഫോം ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞു എത്ര അറ്റോമിക് ഓർബിറ്റലുകൾ കമ്പൈൻ ചെയ്യുന്നുണ്ടോ അത്രയും മോളിക്കുലാർ ഓർബിറ്റലും ഫോം ചെയ്യുന്നു എന്ന്, അല്ലേ? ഇങ്ങനെ ഫോം ചെയ്യുന്ന മോളിക്കുലാർ ഓർബിറ്റലുകളിൽ ഹാഫ് ഓഫ് ദം ഹാവ് ലോവർ എനർജി കുറവായിരിക്കും. ആകെ ഫോം ചെയ്ത അറ്റോമിക് ഓർബിറ്റലുകളിൽ പകുതി എണ്ണത്തിന് എനർജി കുറവായിരിക്കും. അപ്പൊ എനർജി കുറയുമ്പോൾ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യുന്നു? എനർജി കുറയുമ്പോൾ സ്റ്റെബിലിറ്റി കൂടുന്നു. ഹൈഡ്രജന്റെ കേസ് തന്നെ എടുക്കാം നമുക്ക്. ഹൈഡ്രജന്റെ കേസിൽ രണ്ട് അറ്റോമിക് ഓർബിറ്റലുകളാണ് കമ്പൈൻ ചെയ്യുന്നത്, അപ്പോൾ രണ്ട് മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യും.
ആ 2 മോളിക്കുലാർ ഓർബിറ്റലിൽ പകുതി എണ്ണം, പകുതി എന്ന് പറയുമ്പോൾ ഒന്നായിരിക്കും അല്ലെ, ഒരു മോളിക്കുലാർ ഓർബിറ്റലിൽ എനർജി കുറവായിരിക്കും. ഇവിടെ അതാണ് പറയുന്നത്, ഹാഫ് ഓഫ് ദം ഹാവ് ലോവർ എനർജി. പകുതി ഫോം ചെയ്തിരിക്കുന്ന മോളിക്കുലാർ ഓർബിറ്റലുകളിൽ പകുതി എണ്ണത്തിന് എനർജി കുറവായിരിക്കും. ആ മോളിക്കുലാർ ഓർബിറ്റലുകൾക്ക് പറയുന്ന പേരാണ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ അല്ലെങ്കിൽ BMO. ഓക്കെ, അപ്പോ ആകെ ഫോം ചെയ്തിരിക്കുന്ന മോളിക്കുലാർ ഓർബിറ്റലിൽ പകുതി എണ്ണത്തിന് എനർജി കുറവായിരിക്കും. അത് എനർജി കുറയുമ്പോൾ സ്റ്റെബിലിറ്റിക്ക് എന്ത് സംഭവിക്കും? സ്റ്റെബിലിറ്റി കൂടും അല്ലെ. അപ്പൊ എനർജി കുറവായിരിക്കും, സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അങ്ങനെയുള്ള മോളിക്കുലാർ ഓർബിറ്റലിന് പറയുന്ന പേരാണ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ അല്ലെങ്കിൽ BMO. ഇനി ബാക്കി പകുതി എണ്ണം, ദ റിമൈനിങ് ഹാഫ് ഹാവ് ഹയർ എനർജി. ബാക്കിയുള്ള പകുതി എണ്ണത്തിന് എനർജി കൂടുതലായിരിക്കും, സ്റ്റെബിലിറ്റി കുറവായിരിക്കും. അങ്ങനെ എനർജി കൂടിയ മോളിക്കുലാർ ഓർബിറ്റലിന് പറയുന്ന പേരാണ് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ അല്ലെങ്കിൽ AMO. ഓക്കെ, ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ഓർ AMO. അപ്പൊ മോളിക്കുലാർ ഓർബിറ്റൽ 2 ടൈപ്പ് ഉണ്ട്, ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിന് എനർജി കുറവായിരിക്കും, സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിന് എനർജി കൂടുതലായിരിക്കും, സ്റ്റെബിലിറ്റി കുറവായിരിക്കും അല്ലെ. ഇനി ലാസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു, ഒരു മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ അവിടെ മോളിക്കുലാർ ഓർബിറ്റലുകൾ ഉണ്ടാകുന്നു. അവിടെ ഇലക്ട്രോൺസ്, ഒരു മോളിക്യൂളിലുള്ള ഇലക്ട്രോണുകൾ മോളിക്കുലാർ ഓർബിറ്റലിലാണ് കാണാൻ പറ്റുക. എങ്ങനെയാണ് ഈ മോളിക്കുലാർ ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു ആറ്റത്തിൽ ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ഓർബിറ്റലുകളിൽ ആദ്യം എനർജി ഏറ്റവും കുറഞ്ഞ 1s ഇലക്ട്രോൺ സെൻറ്റർ ചെയ്യുന്നത് അല്ലെ. 1s 2 ഇലക്ട്രോൺ ആയതിനു ശേഷം 2s 2p എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യുന്നത് അല്ലെ. അതുപോലെ തന്നെ അപ്പോൾ ഇങ്ങനെ ഈ ഇലക്ട്രോണുകൾ അറേഞ്ച് ചെയ്യുന്നതിന് ഒരുപാട് റൂൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഒരു മോളിക്കുലാർ ഓർബിറ്റലിലും ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു അറ്റോമിക് ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത് ഈ റൂളുകളെയൊക്കെ ഫോളോ ചെയ്തിട്ടാണ്. എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുക. ഒരു അറ്റോമിക് ഓർബിറ്റൽ പെയർഡ് ആയതിനു ശേഷം മാത്രമേ, അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് ആയതിനു ശേഷം മാത്രമേ അടുത്ത ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുള്ളൂ. അങ്ങനെയുള്ള റൂളുകളുണ്ട്. ആ റൂളിനെയൊക്കെ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് മോളിക്കുലാർ ഓർബിറ്റലിലും ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത്. Okay, അപ്പോൾ the last point, electrons are filled in molecular orbital in accordance with the Aufbau principle, Hund's rule and Pauli's exclusion principle. ഈ റൂൾസിനെ എല്ലാം ബേസ് ചെയ്തിട്ട് തന്നെയാണ് മോളിക്കുലാർ ഓർബിറ്റലിലും ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി അല്ലെങ്കിൽ MOTയിലെ മെയിൻ പോയിന്റ്സ്. ഒരു മോളിക്യൂളിൽ ഇലക്ട്രോൺസ് കാണാൻ പറ്റുന്നത് മോളിക്കുലാർ ഓർബിറ്റലിലാണ്. ഈ മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നത് അറ്റോമിക് ഓർബിറ്റലുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് അല്ലെ. എത്ര അറ്റോമിക് ഓർബിറ്റലുകൾ കമ്പൈൻ ചെയ്യുന്നുണ്ടോ അത്രയും പുതിയ മോളിക്കുലാർ ഓർബിറ്റലുകൾ ഫോം ചെയ്യുന്നു. അടുത്തത്, ഈ ഫോം ചെയ്തിരിക്കുന്ന മോളിക്കുലാർ ഓർബിറ്റലിൽ ഹാഫ് നമ്പേഴ്സ് ഹാവ് ലോവർ എനർജി ആൻഡ് ഹയർ സ്റ്റെബിലിറ്റി. അതിന് പറയുന്ന പേരാണ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. The remaining half have higher energy and lower stability. അവയ്ക്ക് പറയുന്ന പേരാണ് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. Then the electrons are filled in molecular orbital in accordance with Aufbau principle, Hund's rule and Pauli's exclusion principle. അപ്പോൾ നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയിൽ പഠിച്ചത് ഒരു മോളിക്യൂളിൽ ഇലക്ട്രോൺസ് നിൽക്കുന്നത് മോളിക്കുലാർ ഓർബിറ്റലിലാണെന്ന്. അറ്റോമിക് ഓർബിറ്റലുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഈ അറ്റോമിക് ഓർബിറ്റലുകൾ എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അറ്റോമിക് ഓർബിറ്റലുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് മോളിക്കുലാർ ഓർബിറ്റലായി മാറുന്ന മെത്തേഡ് നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ അല്ലെങ്കിൽ LCAO മെത്തേഡിലൂടെ പഠിക്കാം. ഓക്കെ, ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ ഓർ LCAO. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ എടുക്കാം. ഹൈഡ്രജൻ ആറ്റം A ആൻഡ് ഹൈഡ്രജൻ ആറ്റം B. ഓക്കെ, ഈ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ Aയും Bയും തമ്മിൽ കമ്പൈൻ ചെയ്ത് എങ്ങനെയാണ് H2 മോളിക്യൂൾ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.
ഓക്കെ, അപ്പൊ ഇവിടെയുള്ള അറ്റോമിക് ഓർബിറ്റലിനെ, ഹൈഡ്രജൻ ആറ്റം എയിലുള്ള അറ്റോമിക് ഓർബിറ്റലിനെ വേവ് ഫംഗ്ഷൻ ആയ സൈ വെച്ചിട്ടാണ് ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. സൈ എ എന്ന് കൊടുത്തു. ഹൈഡ്രജൻ ബിയിലുള്ള അറ്റോമിക് ഓർബിറ്റലിന് സൈ ബി എന്നും കൊടുത്തു. ഓക്കെ, അപ്പൊ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ, അതിലുള്ള അറ്റോമിക് ഓർബിറ്റലിന് സൈ എ എന്നും സൈ ബി എന്നും കൊടുത്തു. അപ്പോ അറ്റോമിക് ഓർബിറ്റലുകളായിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വേവ് ഫംഗ്ഷനായ സൈ എയും സൈ ബിയുമാണ്. ഈ അറ്റോമിക് ഓർബിറ്റലുകൾ തമ്മിൽ ലീനിയർ കോമ്പിനേഷനിലൂടെ മോളിക്കുലാർ ഓർബിറ്റലായിട്ട് മാറുന്നു. അതായത് ഈ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു, നമ്മൾ എങ്ങനെയാണ് അത് കമ്പൈൻ ചെയ്ത് മോളിക്കുലാർ ഓർബിറ്റലായിട്ട് മാറുന്നതെന്ന് കാണിക്കുകയാണ്. ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ മേക്സ് മോളിക്കുലാർ ഓർബിറ്റൽ. ഓക്കെ, ദാറ്റ് മീൻസ് മോളിക്കുലാർ ഓർബിറ്റൽ psi molecular orbital is equal to psi A plus or minus psi B. Linear combination എന്ന് പറയുമ്പോൾ addition or subtraction ആണ് ഇവിടെ വരുന്നത്. Okay, അപ്പോൾ molecular orbital is formed by the linear combination of atomic orbital psi A and psi B. Linear combination എന്നതുകൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് addition or subtraction ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരാം, കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ അവിടെ അഡീഷൻ മാത്രമല്ലേ ഉണ്ടായിരിക്കുള്ളൂ, എങ്ങനെയാണ് ഈ സബ്ട്രാക്ഷൻ വരുന്നത്? നമുക്കറിയാം, ഇവിടെ സൈ എ നമ്മളൊരു വേവ് ഫംഗ്ഷൻ ആണ് ഇവിടെ ഓർബിറ്റലായിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു വേവ് ഫംഗ്ഷനായ സൈ എ വെച്ചിട്ടാണ്. അതായത് ഒരു വേവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ അതിന് രണ്ട് പാർട്ട് ഉണ്ടായിരിക്കും, ഒരു നെഗറ്റീവ്, ഒരു പോസിറ്റീവ് പാർട്ടും ഒരു നെഗറ്റീവ് പാർട്ടും ഉണ്ടായിരിക്കും. ഇത് സൈ എ. ഇനി സൈ ബി, ഇത് സൈ ബി ആണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുക എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ അവിടെ കോമ്പിനേഷൻ നടക്കാം. ഒന്നുകിൽ ഇൻ ഫേസ് കോമ്പിനേഷൻ, അതായത് പോസിറ്റീവ് പാർട്ട് പോസിറ്റീവ് പാർട്ടുമായിട്ടും നെഗറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള കോമ്പിനേഷൻ. അതിനെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇൻ ഫേസ് കോമ്പിനേഷൻ ആണെങ്കിൽ സൈ എ പ്ലസ് സൈ ബി. ഓക്കെ, സൈ എ പ്ലസ് സൈ ബി. അവിടെ അഡീഷനിലൂടെയാണ് എന്ത് നടക്കുന്നത്, മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നത്. ഇങ്ങനെ അറ്റോമിക് ഓർബിറ്റലുകൾ ആഡ് ചെയ്ത് അല്ലെങ്കിൽ അറ്റോമിക് ഓർബിറ്റലുകളുടെ അഡീഷനിലൂടെ ഫോം ചെയ്യുന്ന മോളിക്കുലാർ ഓർബിറ്റലിനെയാണ് നമ്മൾ സിഗ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിഗ്മ. സിഗ്മ മീൻസ് എന്താണ്? ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. എന്താണ്? ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. ഇനി സബ്ട്രാക്ഷൻ വഴിയാണെങ്കിൽ, സബ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഇവിടെ കമ്പൈൻ ചെയ്യുന്നത്, ഇപ്പോൾ സൈ എ ആണ്, ഇവിടെ സൈ ബി കമ്പൈൻ ചെയ്യുന്നത് നെഗറ്റീവ് പോസിറ്റീവ് പാർട്ട് നെഗറ്റീവ് ആയിട്ടും നെഗറ്റീവ് പോസിറ്റീവ് പാർട്ടുമായിട്ടുമാണ് കോമ്പിനേഷൻ നടക്കുന്നതെങ്കിൽ, അപ്പോൾ എന്താണ് സംഭവിക്കുക? ഈ നെഗറ്റീവും ഈ പോസിറ്റീവും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ അതവിടെ ക്യാൻസൽ ചെയ്തു പോകുന്നു. ഈ നെഗറ്റീവും ഈ പോസിറ്റീവും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ അതും ക്യാൻസൽ ചെയ്തു പോകുന്നു. അതായത് ഔട്ട് ഓഫ് ഫേസ് കോമ്പിനേഷൻ. അതിനെയാണ് നമ്മൾ സബ്ട്രാക്ഷൻ വഴി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് സൈ എ മൈനസ് സൈ ബി. ഓക്കെ, സൈ എ മൈനസ് സൈ ബി. അതാണ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നത് അറ്റോമിക് ഓർബിറ്റലുകളുടെ ലീനിയർ കോമ്പിനേഷനിലൂടെയാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഫോർമേഷൻ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ, ഹൈഡ്രജൻ ആറ്റം എ ആൻഡ് ഹൈഡ്രജൻ ആറ്റം ബി. ഇതിന്റെ വണ്ണസ് ഓർബിറ്റലിനെ, ഈ ഹൈഡ്രജൻ ആറ്റത്തിന്റെ വണ്ണസ് ഓർബിറ്റലിനെ സൈ എ എന്ന വേവ് ഫംഗ്ഷൻ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ ഹൈഡ്രജൻ ആറ്റം ബിയുടെ വേവ് ഫംഗ്ഷൻ സൈ ബി, അതായത് അതിന്റെ അറ്റോമിക് ഓർബിറ്റലിനെ, വണ്ണസ് ഓർബിറ്റലിനെ സൈ ബി എന്ന വേവ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ അല്ലെങ്കിൽ LCAO മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മോളിക്കുലാർ ഓർബിറ്റൽസ് അറ്റോമിക് ഓർബിറ്റലുകളുടെ ലീനിയർ കോമ്പിനേഷനിലൂടെയാണ് ഫോം ചെയ്യുന്നത്. അതായത് അറ്റോമിക് ഓർബിറ്റലുകളെ അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ വഴിയാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ മോളിക്കുലാർ ഓർബിറ്റൽ is formed by psi A plus or minus psi B. അറ്റോമിക് ഓർബിറ്റലുകൾ അഡീഷനിലൂടെയോ സബ്ട്രാക്ഷനിലൂടെയാണ് മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ അഡീഷൻ നടക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? ഇൻഫേസ് കോമ്പിനേഷൻ ആണെങ്കിൽ, അല്ലെ, ഒരു വേവ് ഫംഗ്ഷന് പോസിറ്റീവ് പാർട്ടും നെഗറ്റീവ് പാർട്ടും ഉണ്ടായിരിക്കും. പോസിറ്റീവ് പാർട്ടുമായിട്ട് തന്നെയാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ അത് ഇൻഫേസ് കോമ്പിനേഷൻ ആണ്. അങ്ങനെ ഫോം ചെയ്യുന്ന മോളിക്കുലാർ ഓർബിറ്റലാണ് നമ്മൾ സൈ എ പ്ലസ് സൈ ബി എന്നതുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഫോം ചെയ്യുന്ന മോളിക്കുലാർ ഓർബിറ്റലിനെയാണ് നമ്മൾ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഔട്ട് ഓഫ് ഫേസ് കോമ്പിനേഷൻ ആണെങ്കിൽ, അതായത് പോസിറ്റീവ് പാർട്ട് നെഗറ്റീവുമായിട്ടും നെഗറ്റീവ് പോസിറ്റീവുമായിട്ടുമാണ് കോമ്പിനേഷൻ നടക്കുന്നതെങ്കിൽ അതാണ് ഔട്ട് ഓഫ് ഫേസ് കോമ്പിനേഷൻ. അത് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സൈ എ മൈനസ് സൈ ബി ഉപയോഗിച്ചിട്ടാണ്.
ഇങ്ങനെ psi a മൈനസ് psi b വെച്ച് ഫോം ചെയ്യുന്ന മോളിക്കുലാർ ഓർബിറ്റലിന്, അങ്ങനെ സബ്ട്രാക്ഷനിലൂടെ ഫോം ചെയ്യുന്ന മോളിക്കുലാർ ഓർബിറ്റലിനെ നമുക്ക് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയാം. അത് സിഗ്മ സ്റ്റാർ എന്ന് പറയും. ഓക്കെ, സിഗ്മ സ്റ്റാർ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. അപ്പോൾ രണ്ട് ടൈപ്പ് മോളിക്കുലാർ ഓർബിറ്റൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് മനസ്സിലായി. അറ്റോമിക് ഓർബിറ്റലുകളുടെ ലീനിയർ കോമ്പിനേഷനിലൂടെയാണ് ഫോം ചെയ്യുന്നത്. അഡീഷനിലൂടെയാണെങ്കിൽ psi a പ്ലസ് psi b അതിനെ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്നു. ഇനി സബ്ട്രാക്ഷനിലൂടെയാണെങ്കിൽ psi a മൈനസ് psi b അതിനെ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്നു. നമ്മൾ സിഗ്മ സ്റ്റാർ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തു. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ, ഇതൊരു ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ആണ്. ഇവിടെ രണ്ട് അറ്റോമിക് ഓർബിറ്റൽ അല്ലെങ്കിൽ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ ഇവിടെയുണ്ട്. ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഫോം ചെയ്ത ഈ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൽ ഇലക്ട്രോൺസ്, അവിടെയുള്ള രണ്ട് ഇലക്ട്രോണുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ന്യൂക്ലിയസിന്റെ ഇടയിലായിട്ടാണ്. അതായത് രണ്ട് ന്യൂക്ലിയസിനെയും ഇടയിലുള്ള സ്പേസിലാണ് ഇലക്ട്രോണുകളെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രോണുകൾക്ക് രണ്ട് ന്യൂക്ലിയസുമായിട്ട് നല്ല ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ മോളിക്കുലാർ ഓർബിറ്റലിന് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും, എനർജി കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ, ഇലക്ട്രോൺസ് ആർ അറേഞ്ച്ഡ് ഇൻ ബിറ്റ്വീൻ ദ ടു ന്യൂക്ലിയസ്. It feel high force of attraction, so it possesses high stability and lower energy. Okay, അപ്പോൾ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിന്റെ കേസിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ഇടയിലായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ന്യൂക്ലിയസിൽ നിന്ന് നല്ല ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും, എനർജി കുറവായിരിക്കും. എന്നാൽ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിന്റെ കേസിൽ the internuclear space may be a node എന്ന് പറയും. രണ്ട് ന്യൂക്ലിയസിനും ഇടയിലുള്ള ഭാഗം ഇന്റർന്യൂക്ലിയർ സ്പേസ് ഒരു നോഡാണ്. നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോൺ പ്രോബബിലിറ്റി 0 ആയിരിക്കും. ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ട് ന്യൂക്ലിയസുകൾക്കിടയിലുള്ള സ്പേസിലായിരിക്കില്ല. ഇറ്റ് ഇസ് അറേഞ്ച്ഡ് ഫാർ അവേ ഫ്രം ദ ന്യൂക്ലിയസ്. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഈ ഇലക്ട്രോണുകൾ വളരെ കുറഞ്ഞ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാത്രമേ ന്യൂക്ലിയസിൽ നിന്ന് അനുഭവപ്പെടുന്നുള്ളൂ, അല്ലേ? ഇവിടെയാണെങ്കിൽ അങ്ങനെയല്ല, രണ്ട് ന്യൂക്ലിയസിനും ഇടയിലായിട്ടാണ് ഇലക്ട്രോണുകളെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിന് ന്യൂക്ലിയസുമായിട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. എന്നാൽ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിന്റെ കേസിൽ, അല്ലെങ്കിൽ സബ്ട്രാക്ഷനിലൂടെ, അറ്റോമിക് ഓർബിറ്റലിന്റെ സബ്ട്രാക്ഷനിലൂടെ ഫോം ചെയ്യുന്ന മോളിക്കുലാർ ഓർബിറ്റലിന്റെ കേസിൽ രണ്ട് ന്യൂക്ലിയസുകൾക്കിടയിലുള്ള സ്പേസ് ഒരു നോഡ് ആയിരിക്കും. അതായത് അവിടെ ഇലക്ട്രോൺസിനെ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസിൽ നിന്നും കൂടുതൽ ഡിസ്റ്റൻസിലായിരിക്കും, അല്ലെ? ഈ ന്യൂക്ലിയസിന് ഈ ഭാഗത്തേക്കോ ഈ ഭാഗത്തേക്കോ ആയിരിക്കും ഇലക്ട്രോൺസുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിന് വളരെ കുറഞ്ഞ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാത്രമേ ന്യൂക്ലിയസിൽ നിന്നും അനുഭവപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിന്റെ കേസിൽ എന്താണ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ്, എനർജി കൂടുതലാണ്, സ്റ്റെബിലിറ്റി കുറവാണ്, അല്ലെ? ഇവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും. ഇവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ്, അപ്പോൾ സ്റ്റെബിലിറ്റി കുറയുന്നു, എനർജി കൂടുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് തരം മോളിക്കുലാർ ഓർബിറ്റൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒന്ന് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാണ്, ഒന്ന് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാണ്. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിന്റെ കേസിൽ അഡീഷനിലൂടെ, അറ്റോമിക് ഓർബിറ്റലുകളുടെ അഡീഷനിലൂടെയാണ് ഫോം ചെയ്യുന്നത്. അവിടെ രണ്ട് ന്യൂക്ലിയസുകൾക്കിടയിലായിട്ടാണ് ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസും ന്യൂക്ലിയസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് സ്റ്റെബിലിറ്റി കൂടുന്നു, എനർജി കുറവായിരിക്കും. എന്നാൽ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിന്റെ കേസിൽ അറ്റോമിക് ഓർബിറ്റലുകളുടെ സബ്ട്രാക്ഷനിലൂടെ, അതായത് ഔട്ട് ഓഫ് ഫേസ് കോമ്പിനേഷനിലൂടെയാണ്, അല്ലെ? ഇങ്ങനെയാണ് അവിടെ കമ്പൈൻ ചെയ്യുന്നത്. ഔട്ട് ഓഫ് ഫേസ് കോമ്പിനേഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഫോം ചെയ്യുന്നത്, മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് ന്യൂക്ലിയസുകൾക്കിടയിലുള്ള ഭാഗം ഒരു നോഡ് ആയിരിക്കും. അവിടെ ഇലക്ട്രോൺസിനെ കാണാൻ പറ്റുന്നില്ല. പിന്നെ മോളിക്കുലാർ ഓർബിറ്റലിലെ ഇലക്ട്രോണുകൾ എവിടെയാണ് അറേഞ്ച് ചെയ്തത്? ന്യൂക്ലിയസിൽ നിന്നും വളരെയധികം ഡിസ്റ്റൻസിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവായിരിക്കും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞാൽ സ്റ്റെബിലിറ്റി കുറയും, എനർജി കൂടും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയാണ്. ഒരു മോളിക്യൂളിൽ എങ്ങനെയാണ് ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? മോളിക്കുലാർ ഓർബിറ്റലിലാണ് ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ മോളിക്കുലാർ ഓർബിറ്റൽ എങ്ങനെ ഫോം ചെയ്യുന്നു?
അറ്റോമിക് ഓർബിറ്റലുകൾ ഓൾമോസ്റ്റ് സെയിം എനർജിയും സെയിം സിമ്മട്രിയുമുള്ള അറ്റോമിക് ഓർബിറ്റലുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നത്. എത്ര അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുന്നുണ്ടോ അത്രയും മോളിക്കുലാർ ഓർബിറ്റലും ഫോം ചെയ്യുന്നു അല്ലേ. ഇനി ഈ ഫോം ചെയ്ത മോളിക്കുലാർ ഓർബിറ്റലിൽ പകുതി എണ്ണം ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? അറ്റോമിക് ഓർബിറ്റലുകളുടെ അഡീഷനിലൂടെയാണ്. അതാണ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. അതിന് എനർജി കുറവായിരിക്കും, സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. രണ്ടാമത്തെ പകുതി അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് ഫോം ചെയ്യുന്നത് സബ്ട്രാക്ഷനിലൂടെയാണ്. അറ്റോമിക് ഓർബിറ്റലുകളുടെ സബ്ട്രാക്ഷനിലൂടെയാണ് ഫോം ചെയ്യുന്നത്. സബ്ട്രാക്ഷനിലൂടെയൊക്കെ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു വേവ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുമ്പോൾ ഇൻ ഫേസ് കോമ്പിനേഷനും ഔട്ട് ഓഫ് ഫേസ് കോമ്പിനേഷനും വരുന്നതാണ് നമ്മൾ അഡീഷൻ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സബ്ട്രാക്ഷനിലൂടെ ഫോം ചെയ്യുന്ന മോളിക്കുലാർ ഓർബിറ്റലാണ് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. അതിന് എനർജി എന്താണ്? അവിടെ എനർജി കൂടാനുള്ള കാരണം എന്താണ്? അവിടെ ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസിൽ നിന്നും ഒരുപാട് ഡിസ്റ്റൻസിലാണ്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിനിടയിലുള്ള ഭാഗം ഇന്റർ ന്യൂക്ലിയർ സ്പേസ് ഒരു നോഡാണ് അല്ലെ. ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിന് എനർജി കൂടുതലാണ്, സ്റ്റെബിലിറ്റി കുറവാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഒരു മോളിക്യൂളിന്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം, എനർജി ഡയഗ്രാം അല്ലെങ്കിൽ അതിന്റെ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.